വെറും 10 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് സെറോദയിൽ ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 72 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ലോഗിൻ ഡീറ്റെയിൽസ് ഒക്കെ അവർ അയച്ചു തരുമെന്ന്. പക്ഷേ എൻ്റെ കാര്യത്തിൽ 72 മണിക്കൂറൊന്നും വേണ്ടി വന്നില്ല. വെറും 1 മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വെരിഫൈ ആയി കിട്ടുകയും എൻ്റെ യൂസർ നെയിമും മറ്റു കാര്യങ്ങളെല്ലാം കിട്ടുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് യൂസർ ഐ ഡി മാത്രമേ ഇനിഷ്യലി ലഭിക്കുകയുള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു മെയിലാണ് വരിക, വെൽക്കം ടു സെറോദ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു മെയിലിൽ നമുക്ക് താഴെ യൂസർ ഐ ഡി ഉണ്ടാവും. അതിൻ്റെ താഴെ ലോഗിൻ നൗ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെറോദയുടെ തന്നെ കൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട് മൊബൈലിൽ. ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത് ട്രേഡിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം എങ്ങനെ സ്റ്റോക്ക് വാങ്ങാമെന്നുള്ള കാര്യം ഞാൻ കാണിച്ചുതരാം. ഈ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ സെറോദയുടെ കൈറ്റ് എന്ന് പറയുന്ന ആപ്പുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഏറ്റവും ആദ്യം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം വേണം ഈ ഐ ഡിയും പാസ്വേഡും വെച്ച് ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ കാണുന്ന ആപ്പാണ് കൈറ്റ് ബൈ സെറോദ എന്ന് പറയുന്ന ആപ്പ്. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യണം. ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടാവും. ഓപ്പൺ എ ന്യൂ അക്കൗണ്ട്, ലോഗിൻ ടു കൈറ്റ്. അപ്പോൾ ലോഗിൻ ടു കൈറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് യൂസർ ഐ ഡി ആണോ ഇതുവഴി സെറോദ നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്നത് ആ യൂസർ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്യുക. നിങ്ങളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കും ഇമെയിലിലേക്കും ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP കോപ്പി ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 2FA സെക്യൂരിറ്റിയാണ് ചോദിക്കുന്നത്. ഇവിടെ എനേബിൾ നൗ എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിൽ ഫിംഗർ പ്രിൻ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ഇവിടെ ഒരു റിസ്ക് ഡിസ്ക്ലോഷറാണ് വരുന്നത്. ഈ റിസ്ക് ഡിസ്ക്ലോഷർ പറയുന്നത് 10-9 പേരും ട്രേഡ് ചെയ്യുമ്പം നഷ്ടത്തിലാണ് ചെന്ന് കലാശിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും നോക്കിയും കണ്ടും ട്രേഡ് ചെയ്യണമെന്നുള്ള കാര്യമാണിത്. അപ്പം ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രൊസീഡ്സ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെറോദയുടെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ഈ താഴെ നിങ്ങൾ ഏറ്റവും താഴെ നോക്ക്. ഈ ഏറ്റവും താഴെ 1, 2, 3, 4, 5 ടാബ് കാണാൻ പറ്റും. ഏറ്റവും ആദ്യത്തെ ടാബ് വാച്ച് ലിസ്റ്റാണ്. രണ്ടാമത്തേത് ഓർഡേഴ്സ് എന്ന് പറയുന്ന ടാബാണ്. മൂന്നാമത്തേത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ടാബാണ്. നാലാമത്തേത് ബിഡ്സ്. അഞ്ചാമത്തേത് നമ്മുടെ യൂസർ ഐ ഡി കാണിക്കുന്ന ഒരു ടാബ്, നമ്മുടെ ഒരു പ്രൊഫൈൽ പിക്ചറൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഏറ്റവും ആദ്യം വാച്ച് ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കുറേ സ്റ്റോക്സ് ഒക്കെ ഉണ്ടാവും. സ്റ്റോക്സിൻ്റെയൊക്കെ പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് വാച്ച് ലിസ്റ്റ് 1, വാച്ച് ലിസ്റ്റ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ വാച്ച് ലിസ്റ്റ് 1ൽ നമുക്ക് 50, എല്ലാ വാച്ച് ലിസ്റ്റിലും നമുക്ക് 50 സ്റ്റോക്ക് വരെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിലവിൽ അവർ കുറച്ച് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഒരെണ്ണം ആഡ് ചെയ്യണമെങ്കിൽ ഈ സെർച്ച് ആൻഡ് ആഡ് എന്ന് പറയുന്ന ഈ ഒരു മുകളിൽ കാണിക്കുന്ന ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമുക്ക് ആ ഒരു സ്റ്റോക്സിൻ്റെ പേര് നമുക്ക് അടിച്ചു കൊടുക്കാം. ഞാനിപ്പം മുത്തൂറ്റിൻ്റെ അടിക്കുവാണെങ്കിൽ മുത്തൂറ്റ്, അപ്പോൾ MUT അടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരും. മുത്തൂറ്റ് എന്നുള്ള പേരിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ NSEയിലും BSEയിലും എല്ലാം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റോക്സും കാണിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യത്തേത് മുത്തൂറ്റ് ക്യാപ്പിൻ്റെ തൊട്ട് അപ്പുറമുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡായി. ഇനി ഇത് ക്ലിയർ ചെയ്തിട്ട് വേറെയും നമുക്ക് സ്റ്റോക്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. വേറെ നമുക്ക് റിലയൻസ് ആഡ് ചെയ്യണമെങ്കിൽ RELIA, ഓക്കെ, റിലയൻസ് ഇതുണ്ടല്ലോ മൂന്നാമത്തെ NSE, അത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷം ഈ ക്ലിയർ കൊടുക്കുക. എന്നിട്ട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ മുത്തൂറ്റ് ക്യാപ്പും റിലയൻസും ആഡായി കിടക്കുകയാണ്. അതാണ് ഏറ്റവും ആദ്യത്തെ ടാബ്. രണ്ടാമത്തെ ടാബ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ടാബാണ്. ഇപ്പം നമ്മൾ പുതിയതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു ഓർഡേഴ്സും ഇല്ല. ഇപ്പം ഓപ്പൺ ആയിട്ടുള്ള ഓർഡർ, എക്സിക്യൂട്ടഡ് ഓർഡർ, GTT, ബാസ്ക്കറ്റ്സ്, SIPs, അലേർട്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഓർഡേഴ്സ് ടാബിൽ കാണാൻ സാധിക്കും. ഇനി പോർട്ട്ഫോളിയോ ആണ് അടുത്തത്. ഈ പോർട്ട്ഫോളിയോക്കകത്ത് ഹോൾഡിങ്സ് ആൻഡ് പൊസിഷൻസ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ആണുള്ളത്, 2 ടാബ്സ് ആണുള്ളത്. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഹോൾഡിങ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. പൊസിഷൻസ്, ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന ട്രേഡ് എന്തൊക്കെയാണോ അതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ബിഡ്സ്, ഇത് F&O ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ്. F&O, ഓപ്ഷൻസ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, IPO, ഇതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഏറ്റവും അങ്ങേയറ്റത്താണ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കും. നമ്മുടെ പേര്, യൂസർ ID, ഫണ്ട്സ്, ആപ്പ് കോഡ്, പ്രൊഫൈല്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും ആദ്യം നമ്മൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഫണ്ട് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഫണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ വന്നിട്ട് ഫണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ആഡ് ഫണ്ട്, ഇപ്പോൾ നിലവിൽ നമുക്ക് ഒരു ഫണ്ടും ഇല്ല.
അപ്പോൾ ഫണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ആഡ് ഫണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അമൗണ്ട് എൻ്റർ ചെയ്യുക. എത്ര രൂപയാണ് നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അമൗണ്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ ഞാൻ 100 രൂപയാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, 100 രൂപ എൻ്റർ ചെയ്യുക. അതിനുശേഷം എന്ത് വെച്ചിട്ടാണ് പേ ചെയ്യുന്നത്, UPI ആണോ, ഗൂഗിൾ പേ ആണോ, നെറ്റ് ബാങ്കിങ് ആണോ, അതേഴ്സ് ആണോ, അങ്ങനെ പേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ബാലൻസ് എമൗണ്ട് നമുക്ക് മാറി കിട്ടും. ബാലൻസ് 100 രൂപയായിട്ട് കാണിക്കും. അപ്പോൾ ആ 100 രൂപ വെച്ചിട്ട് നമുക്ക് അഗെയിൻ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് വന്നതിന് ശേഷം ഏത് സ്റ്റോക്കാണോ പർച്ചേസ് ചെയ്യേണ്ടത് ആ ഒരു സ്റ്റോക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് 100 രൂപയാണ് ആഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ 100 രൂപ വെച്ചിട്ട് ഈ കാണുന്ന സ്റ്റോക്സ് ഒന്നും തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഗോൾഡ് ബീസിൻ്റെ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഗോൾഡ് ബീസിൻ്റെ സ്റ്റോക്കിന് വെറും 53 രൂപ 35 പൈസ മാത്രമാണ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്താൽ തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇത് വേണമെങ്കിൽ വലിച്ച് മുകളിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഏറ്റവും മുകളിൽ ആ പേര് കാണിക്കുന്നില്ല, ആ പേരിൻ്റെ അവിടെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് ചെല്ലും. അപ്പോൾ അതിൻ്റെ ചാർട്ട് കാണണമെങ്കിൽ വ്യൂ ചാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചാർട്ട് കാണാം. ഇവിടെ ഈ ചാർട്ടിൽ വരയ്ക്കാനുള്ളതും എല്ലാ ഓപ്ഷൻസും തന്നെ ഇവിടെ ഉണ്ട്. ഇനി മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. എല്ലാം നോക്കുക. ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസ്, ടെക്നിക്കൽസ്, ഓപ്ഷൻ ചെയിൻ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇത് ബൈ ചെയ്യണമെങ്കിൽ ബൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് എന്ത് ഓർഡറാണ്, കവർ ഓർഡറാണോ, റെഗുലർ ആണോ, AMO ആണോ, ഐസ്ബർഗ് ആണോ. AMO എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറാണ്. അപ്പോൾ നമുക്ക് റെഗുലർ ആണെന്ന് വെച്ചാൽ ആ ഒരു മാർക്കറ്റിൻ്റെ ടൈമിൽ ചെയ്യുന്ന ഓർഡറാണ്. ഇപ്പോൾ റെഗുലർ കൊടുത്തിട്ട് ഇപ്പോൾ റെഗുലർ ടൈമിലാണ് ചെയ്യുന്നതെങ്കിൽ എത്ര ക്വാണ്ടിറ്റി വേണം, എന്ത് പ്രൈസാണ്, ഇൻട്രാഡേ ആണോ, ലോങ് ടൈം ആണോ, ടൈപ്പ് മാർക്കറ്റാണോ, ലിമിറ്റാണോ, സ്റ്റോപ്പ് ലോസ് ആണോ, സ്റ്റോപ്പ് ലോട്ട് ലിമിറ്റാണോ, ബാക്കി സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണോ, ടാർഗറ്റ് സെറ്റ് ചെയ്യണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഈ സ്വൈപ്പ് ടു ബൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇതിങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി, ആ ഒരു ഓർഡർ പ്ലേസ് ആകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെറോദയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങളിതുവരെ സെറോദയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിലും ഉണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.